ബന്ധപ്പെട്ട് പറയാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇനി അർക്കാനുൽ ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഹദീസിൽ വരുന്ന അടുത്ത വിഷയം എന്താണ്? മൂന്നാമത്തെ വിഷയം അൽ ഇഹ്സാൻ. ദീൻ എന്ന് പറയുന്നത് 3 മർത്തബകളാണ് എന്ന് പറഞ്ഞു. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ദീനിൻ്റെ ഏറ്റവും ഉയർന്ന മർത്തബ, ഏറ്റവും ഉയർന്ന സ്ഥാനം, അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഭാഷയിൽ ഇഹ്സാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, നന്നാക്കുക, പൂർത്തിയാക്കുക, പെർഫെക്ഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ദീനിൻ്റെ പൂർണ്ണതയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതെന്താണ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ വിശദീകരിച്ചു. ഇനി വേറൊരു നിർവചനം ആവശ്യമില്ല. എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യുക. വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇനി അള്ളാഹുവിനെ നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇഹ്സാന്റെ നിർവചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ ഈ വാചകത്തെ 2 തരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. രണ്ടാമത്തേത്, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇഹ്സാനെ 2 ദറജകളാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അഥവാ ഇഹ്സാൻ എന്ന കാര്യത്തിൽ ആളുകൾ 2 സ്ഥാനത്തായിരിക്കും. ചില ആളുകൾക്ക് ഇഹ്സാൻ പൂർണ്ണമായിരിക്കും, പൂർത്തിയായിരിക്കും. അവരെങ്ങനെയായിരിക്കും അള്ളാഹുവിനെ ആരാധിക്കുക? അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ. അള്ളാഹു തആല മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക? അത് നമുക്കറിയാം. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറിൽ വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്, ദീർഘകാലം സുജൂദിൽ കിടക്കും. അപ്പം അതുപോലെ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യും. അവരാണ് ഇഹ്സാന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത്. ആ ദറജക്ക് പണ്ഡിതന്മാർ പല പേരുകളും പറഞ്ഞത് കാണാം. ചില ആളുകൾ പറഞ്ഞത് അത് ഇഹ്സാന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഏറ്റവും ഉയർന്ന ദറജയാണ് മൻസിലത്തു അൽ മുഷാഹദ, നേർക്കുനേരെയുള്ള കാഴ്ച, കണ്ണുകൊണ്ട് കണ്ടതുപോലെയുള്ള ഇബാദത്ത്. രണ്ടാമത്തേത് ഇവരെക്കാൾ കുറച്ച് താഴ്ന്ന ആളുകളാണ്. അള്ളാഹു തന്നെ കാണുന്നുണ്ടല്ലോ എന്ന ബോധത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക. അത് അള്ളാഹുവിനെ അങ്ങോട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അത്രയും സ്നേഹവും അള്ളാഹുവിനോടുള്ള ഭയവുമൊന്നും ഇതിലുണ്ടാവുകയില്ല. പക്ഷേ എന്നാലും വളരെയധികം അള്ളാഹുവിനോടുള്ള ഹൈബത്ത്, അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അതിലുണ്ടാകും. അതിനെക്കുറിച്ച് മൻസിലത്തു അൽ മുറാഖബ, അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധം, ആ ബോധത്തോടു കൂടി ഇബാദത്ത് ചെയ്യൽ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ വേറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് 2 സ്ഥാനങ്ങളാണ്. 1-ാമത്തേതാണ് കൂടുതൽ മുകളിലുള്ളത് എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിശദീകരണം ചില പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരു വേർതിരിവില്ല. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഇഹ്സാൻ. അതൊരൊറ്റ ദർജയാണ്. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഇഹ്സാൻ നേടാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഇബാദത്ത് ചെയ്യാനുള്ള അത്രയും ഒരു ബോധം മനസ്സിൽ വരുന്നില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുക. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്നും ചില ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. ഈ 2 അഭിപ്രായങ്ങളും ഇബ്നു റജബ് റഹിമഹുല്ലാ ജാമിഉൽ ഉലൂം വൽ ഹികം എന്ന ശറഹിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്ത് രഹസ്യമായി മാസിയത്തുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം വർദ്ധിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളും അറിയാതെ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം എത്രയോ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ തന്നെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സൗകര്യങ്ങളും ഇന്നുണ്ടായിട്ടുള്ള ഫിത്നകളും. അപ്പോൾ ഈ കാലത്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ ഏറ്റവും അനിവാര്യമായി വേണ്ട ഒരു സ്വഭാവമാണ് ഈ പറയുന്നത് ഇഹ്സാൻ എന്നുള്ളത്. അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഒരു ബോധം അത് മനസ്സിൽ നിലനിർത്തുക എന്നുള്ളത്. ഇത് വലിയ സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുന്ന ആളുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞപ്പോൾ അവരുടെ പ്രത്യേകതയായി പറഞ്ഞത് ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. ഇഹ്സാനുള്ള ആളുകൾക്ക് അൽ ഹുസ്ന, അവർക്ക് സ്വർഗമുണ്ട്, വസിയാദ, സ്വർഗത്തിലും ഉയർന്ന സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. സ്വർഗത്തിലുള്ള സാധാരണ സുഖങ്ങൾക്ക് പുറമെ ഒരു സിയാദത്തുണ്ട്, അധികമായി ഒരു സ്ഥാനവും സുഖവും അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സിയാദ എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അത് അന്നദറു ഇലാ വജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ മുഖം കാണലാണ് എന്ന് പറഞ്ഞു. ഇബ്നു റജബ് റഹിമഹുല്ലാ വളരെ മനോഹരമായി ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് അർബഈൻ നബവിയുടെ ശറഹിൽ ജാമിഉൽ ഉലൂം വൽ ഹികമിൽ. അദ്ദേഹം പറയുന്നത് ഇവിടെ ഇഹ്സാനുള്ള ആളുകൾക്കാണ് അള്ളാഹുവിനെ കാണാനുള്ള അവസരം എന്ന് പറഞ്ഞത് വളരെ യോജിച്ച ഒരു പ്രയോഗമാണ്. കാരണം എന്താണ്? ഇഹ്സാനുള്ള ആളുകളുടെ പ്രത്യേകത, അവർ ദുനിയാവിൽ എപ്പോഴും ഇബാദത്തുകൾ ചെയ്യുന്നത് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ്. അതുകൊണ്ട് അള്ളാഹു അതിന് യോജിച്ചൊരു പ്രതിഫലം അവർക്ക് കൊടുത്തു. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള ആ സൗഭാഗ്യം സ്വർഗത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണ്? അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ്. ചില യുക്തിവാദി എന്നുള്ളത് ശരിയല്ല, മതനിഷേധികൾ, യുക്തിയില്ലാത്ത ആളുകളാണ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് സ്വർഗത്തിൽ നിങ്ങൾ പറയുന്നത്? കള്ള്, സ്ത്രീകൾ, നിങ്ങൾ വെറും ഭൗതിക സുഖങ്ങളുടെ ആളുകളാണ് എന്ന് മുസ്ലിമുകളെ കുറിച്ച് പറയാറുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണിത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നേരെ മറിച്ച് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സ്വർഗത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും മുകളിലായി അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന കാര്യം സ്വർഗത്തിലുണ്ട് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കാഫിറുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? നരകത്തിലെ തീയും കരിയലും അവിടെയുള്ള വിഷമിപ്പിക്കുന്ന ഭക്ഷണവും ചൂടുവെള്ളവും ഇതിനേക്കാളൊക്കെ വലിയ അദാബ് അള്ളാഹുവിനെ കാണാതിരിക്കുക എന്നുള്ളതാണ്. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അന്നേ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് തടയപ്പെടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളെ കുറിച്ച് പറഞ്ഞു. ഇബ്നു റജബ് പറയുകയാണ്, അതും അവർക്ക് യോജിച്ച ശിക്ഷയാണ്. കാരണം എന്താണ്? ദുനിയാവിൽ ഒരിക്കൽ പോലും റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല. റബ്ബ് തന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ഒരു നിമിഷം പോലും ജീവിക്കാത്തവനാണ് കാഫിർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് യോജിച്ച ശിക്ഷ. അപ്പോൾ അള്ളാഹുവിനെ കാണുന്ന ആ സുഖം, ആ കാഴ്ച എന്ന് പറയുന്ന അള്ളാഹുമായിട്ടുള്ള ആ ലിഖാ, ആ കണ്ടുമുട്ടൽ, അത് ദുനിയാവിലുള്ള അള്ളാഹുവിനോടുള്ള ഈ മുറാഖബത്തും മുശാഹദത്തും, അള്ളാഹുവിനെ കണ്ടതുപോലെ ആരാധിക്കലും അള്ളാഹുവിനെ കണ്ടതുപോലെ അവനെ ഭയപ്പെടലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാര് ചെയ്തുവോ അവർക്ക് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അത് ആരുപേക്ഷിച്ചുവോ അവർക്ക് അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അള്ളാഹുവിനെ തൊട്ട് മറയിടപ്പെടും എന്ന് പറയുകയുണ്ടായി. ഇത് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. മുൻഗാമികൾ പലരും ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചതായി കാണാം. ചില പണ്ഡിതന്മാരുടെ സീറയിൽ കാണാം, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ കൂടുതൽ ഇബാദത്ത് ചെയ്യും, ആളുകൾക്കിടയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യും. ആരുമില്ലാതെ യാത്രയിലൊക്കെ ആയാൽ അവർ കൂടുതൽ നമസ്കരിക്കും, യാത്രയിൽ സുന്നത്ത് നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കാണാം, യുദ്ധത്തിനും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനപ്പുറത്ത് സുന്നത്ത് നമസ്കരിക്കും. എന്തുകൊണ്ടാണ്? ഈ ഇഹ്സാൻ എന്ന് പറയുന്ന സ്ഥാനം നേടാൻ വേണ്ടിയാണ്. കാരണം അവിടെയാണ് പൂർണ്ണമായും ഇബാദത്തിന്റെ പ്രേരണ അള്ളാഹുവിന്റെ കാഴ്ച മാത്രമാവുന്നത്. മറ്റുള്ള സന്ദർഭങ്ങളെക്കാൾ അള്ളാഹുവുമായി ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഇഹ്സാൻ ഉണ്ട് എന്ന് ഉറപ്പായി. അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് അമലുകൾ വർദ്ധിപ്പിച്ചതായി ധാരാളം സലഫുകളുടെ ജീവിതത്തിൽ കാണാം. ഇബ്നുൽ മുബാറക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹയാത്രികരായ സുഹൃത്തുക്കൾ പറയുകയാണ്, ഒരു സമയത്ത് വിളക്ക് അണഞ്ഞുപോയി, ഇരുട്ടായി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുട്ടായി കുറച്ച് സമയം കഴിഞ്ഞ് വിളക്ക് കത്തിച്ചപ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സമയം ഒറ്റക്കായപ്പോൾ, ആരും കാണാതെ ആയപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. അതുപോലെ ഹദീസിൽ നമുക്കറിയാവുന്നതാണ്, അള്ളാഹു തആല തണൽ നൽകുന്ന 7 ആളുകളിൽ ഒരാൾ റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫാളത് ഐനാഹു, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കണ്ണ് നനഞ്ഞവനാണ്, കരഞ്ഞവനാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ ഇഹ്സാന്റെ നേരെ വിപരീതമാണ് ഒറ്റക്കുള്ള സമയത്ത് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത്. ദുനൂബുൽ ഖലവാത്ത്, ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ദുനൂബുൽ ഖലവാത്ത് അസ്ലുൽ ഇന്തികാസാത്ത്, ഒരു മനുഷ്യൻ തലതിരിഞ്ഞു പോവുക, നല്ല അവസ്ഥയിലായിട്ട് ദീൻ നഷ്ടപ്പെട്ടു പോവുക എന്നതിൻ്റെ അടിസ്ഥാന കാരണം ദുനൂബുൽ ഖലവാത്ത്, ഏകാന്തനായിരിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട സമയത്ത് ചെയ്യുന്ന പാപങ്ങളാണ്, മാസിയത്തുകളാണ്. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ചില ആളുകൾ വളരെ ആവേശത്തോടു കൂടി ദഅവത്തിന്റെ രംഗത്തും ഇൽമിന്റെ രംഗത്തും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് അഴിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്ക് ബാഹ്യമായ കാരണങ്ങളൊന്നും ഒരുപക്ഷെ കാണാനുണ്ടാവുകയില്ല. അതിന്റെ കാരണം ഇതായിരിക്കാം, രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളായിരിക്കാം. അള്ളാഹു തആല നമുക്ക് ആഫിയത്ത് നൽകട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. അതുപോലെ മുൻഗാമികൾ പരസ്പരം വസിയത്ത് ചെയ്യുന്ന ഒരു വസിയത്ത്, ഒരു ഉപദേശം പലരുടെയും സീറകളിൽ തർജ്ജമകളിൽ കാണാം. പരസ്പരം അവർ കൈമാറിയുന്ന ഒരു ഉപദേശം, ലാ തജ്അലില്ലാഹ അഹ്വനൻ നാദിരീന ഇലൈക്, നിന്നെ നോക്കുന്ന, നിന്നെ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആൾ, ഏറ്റവും സ്ഥാനം കുറഞ്ഞയാളായി അള്ളാഹുവിനെ നീ കാണരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നിരീക്ഷിക്കുന്ന ആളുടെ സ്ഥാനത്തിനനുസരിച്ച്, നമ്മുടെ മനസ്സിൽ അയാൾ കൊടുത്തിട്ടുള്ള ബഹുമാനത്തിനും സ്ഥാനത്തിനും അനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റം. നമ്മുടെ ഉപ്പയുടെ കൈപിടിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളുടെ നോട്ടവും നടത്തവും ഇരുത്തവും ഒക്കെ ഒരു അടക്കത്തിലായിരിക്കും. നമ്മുടെ ഒരു കൂട്ടുകാരനാണെങ്കിലോ അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. വലിയൊരു ആലിമിൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലോ നമ്മൾ വളരെ വ്യത്യസ്തനായിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിലോ നമ്മൾ തോന്നിയതുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റക്കാകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളത് ആരാണ്? അള്ളാഹുവാണ്.
അപ്പോൾ അള്ളാഹു തആലയെ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്ഥാനം കൊടുക്കരുത് എന്ന് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. അള്ളാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് സദാ ആവശ്യമാണ്. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിൻ്റെ നോട്ടം, അതിനെക്കുറിച്ചുള്ള ബോധം. അതുപോലെ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത്. സലഫുകൾ അങ്ങനെയായിരുന്നു. അവർ അള്ളാഹുവിനെ കണ്ടതുപോലെയായിരുന്നു ജീവിച്ചിരുന്നത്. സഹാബത്ത് അങ്ങനെയായിരുന്നു. അറിയപ്പെട്ടൊരു സംഭവം ഇബ്നു റജബ് ജാമിഉൽ ഉലൂം വൽ ഹിക്കമിൽ ഉദ്ധരിച്ചത് കാണാം. സാന്ദർഭികമായി പറയട്ടെ, ഈ കിതാബ് ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്നുള്ളത് അർബഈൻ നബവിയുടെ ഏറ്റവും നല്ല ശർഹാണ്. അത് സലഫുകളുടെ അസറുകൾ കൊണ്ട്, മുൻഗാമികളുടെ അസറുകൾ കൊണ്ട് ഈ കിതാബ് വിശദീകരിച്ചിരിക്കുകയാണ്. നബവിയുടെ ഹദീസുകൾ വിശദീകരിച്ചിരിക്കുകയാണ്. സാധിക്കുന്ന ആളുകൾ, അത് അറബി അല്ലാത്ത ഭാഷകളിലും ഉണ്ടായിരിക്കാം, അത് വായിക്കാൻ ശ്രമിക്കുക. വളരെ മനോഹരമായ ഒരു ശർഹാണത്. യഥാർത്ഥത്തിൽ ആ കിതാബ് അങ്ങനെ തന്നെ വായിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അതിൽ അദ്ദേഹം ധാരാളം അസറുകൾ ഇഹ്സാനെ കുറിച്ചുള്ള ബാബിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ആ കിതാബ് മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഹ്സാനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ആ ഫസ്ല്, ആ ഒരു അധ്യായം അത് വായിച്ചാൽ നന്നായിരിക്കും. അത് അദ്ദേഹം പറയുന്നത് കാണാം. ഒരിക്കൽ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ, അദ്ദേഹം വലിയ ഫഖീഹാണ്, ചരിത്രകാരനാണ്, പണ്ഡിതനാണ്. അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ തവാഫ് ചെയ്യുകയായിരുന്നു. ആ തവാഫിനിടയിൽ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയോട് വിവാഹാന്വേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം അന്വേഷിച്ചു. അദ്ദേഹം തിരിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് തവാഫ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉർവത്ത് ഇബ്നു സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് താങ്കൾ എനിക്ക് മാപ്പ് തരണം, ചോദിച്ചതിന് മറുപടി അപ്പോൾ പറയാൻ സാധിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, കുന്നാ ഫി തവാഫ് നതഖായലുല്ലാഹ ബൈന അയുനിനാ, ഞങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത്, അഥവാ സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ ആരാണ്? ഏത് തബക്കയിൽപ്പെട്ട ആളാണ്? താബിഇയാണ്, കിബാറു താബിഈൻ, താബിഈങ്ങളുടെ ഏറ്റവും മുതിർന്ന താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇബ്നു ഉമർ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത്, സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നതഖായലുല്ലാഹ, അള്ളാഹുവിനെ സങ്കല്പിക്കുമായിരുന്നു, അഥവാ അള്ളാഹുവിനെ കാണുന്നത് പോലെ വിചാരിക്കുമായിരുന്നു. ബൈന അയുനിന, ഞങ്ങളുടെ കണ്ണിന് നടുവിൽ അള്ളാഹുവിനെ നേർക്കുനേരെ നോക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയിട്ടായിരുന്നു ഞങ്ങൾ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. തവാഫ് എന്ന് പറയുന്നത് സാധാരണ നമസ്കാരത്തെക്കാൾ കുറച്ച് വിധികളിൽ ഇളവുള്ള ഒരു ഇബാദത്താണ്. സംസാരിക്കാൻ അനുവാദമുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണ് തവാഫ് എന്ന് പറയുന്നത്. ഇടക്ക് മുറിച്ചിട്ട് വീണ്ടും തുടരാൻ പറ്റും. എന്നാൽ നമസ്കാരം അതിനേക്കാൾ വലുതാണ്. അപ്പോൾ അള്ളാഹുവിനെ സദാ, പ്രത്യേകിച്ച് ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് കൺമുന്നിൽ കാണുന്നത് പോലെയായിരുന്നു ഞങ്ങൾ ചെയ്യാറുള്ളത് എന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി. അതുപോലെ മുൻഗാമികളെ ധാരാളം വാക്കുകൾ കാണാം. ഇബ്നു റജബ് തന്നെ ഉദ്ധരിച്ചതായി കാണാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹം അറിയപ്പെട്ട ഒരു ജാഹിദായിരുന്നു. സൂഫികൾ അദ്ദേഹത്തെക്കുറിച്ച് സൂഫി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അഹ്ലുസുന്നയിൽപ്പെട്ട ആളാണ്, വലിയൊരു ഇമാമായിരുന്നു. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? അഫ്ഗാനിസ്ഥാൻകാരനാണ്. ഇന്നത്തെ അഫ്ഗാനിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇഹ്സാനെ കുറിച്ച് ഇബ്നു റജബ് ഉദ്ധരിച്ചത് കാണാം. അഅല ദറജാത്ത്, ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്, അൻ തൻഖതിഅ ഇലാ റബ്ബിക്, റബ്ബിലേക്ക് നീ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും നീയും മാത്രമായി ഇരിക്കുക എന്നുള്ളതാണ്. വതസ്തഅനിസ ഇലൈഹി ബിഖൽബിക വഅഖ്ലിക വജമീഇ ജവാരിഹിക, നിന്റെ ഖൽബ് കൊണ്ടും അഖ്ല് കൊണ്ടും എല്ലാ അവയവങ്ങൾ കൊണ്ടും അള്ളാഹുമായി ഇണങ്ങുക. എന്താണ് അള്ളാഹുമായി ഇണങ്ങുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരാളുമായി നമുക്ക് ഉൻസ്, ഇണക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അയാളുടെ കൂടെ ഇരുന്നാൽ നമുക്ക് മടുക്കുകയില്ല, അയാളുമായി സമയം ചെലവഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഖൽബും അഖ്ലും അവയവങ്ങളും അള്ളാഹുമായി ഇണങ്ങുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ ഖൽബിന് മടുക്കുകയില്ല, ദിക്ർ ചൊല്ലിയാൽ അത് മനസ്സിന് മടുപ്പ് വരികയില്ല, സമയം പോകുന്ന അറിയുകയില്ല. അഖ്ല് അള്ളാഹുമായി ഇണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ചും ചിന്തിച്ചാൽ നമുക്ക് മടുപ്പ് വരികയില്ല. അവയവങ്ങൾ അള്ളാഹുമായി ഇണങ്ങുക എന്ന് പറഞ്ഞാൽ നമസ്കാരവും നോമ്പും ഇങ്ങനെയുള്ള ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അവയവങ്ങൾക്ക് അത് മടുപ്പ് വരികയില്ല. ഇതാണ്, അങ്ങനെ ഒരാൾ ആ അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദർജ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയാൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ സ്വഭാവം, പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഹത്താ ലാ തർജുവ ഇല്ലാ റബ്ബക്, അള്ളാഹുവിനെ മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ, സൃഷ്ടികളെ പ്രതീക്ഷിക്കുകയില്ല. ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് അള്ളാഹുണ്ട്, റബ്ബുണ്ട് എന്ന പ്രതീക്ഷ മനസ്സിൽ ബലപ്പെടും. വലാ തഖാഫു ഇല്ല ദംബക്, ഭയം എന്ത് മാത്രമായിരിക്കും? സ്വന്തം മാസിയത്തുകളെ കുറിച്ച്, പാപങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും പേടിയുണ്ടാവുക, മറ്റൊന്നിനെയും പേടിക്കുകയില്ല. വതർസഖ മഹബ്ബതുഹു ഫീ ഖൽബിക്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് മനസ്സിൽ ഉറച്ചു പോകും. ഹത്താ ലാ തുഅ്സിറ അലൈഹാ ഷൈഅ,
അങ്ങനെ ആ ഹുബ്ബ് മനസ്സിൽ ഉറച്ചാൽ അതിനേക്കാൾ മറ്റൊന്നിനും നീ സ്ഥാനം കൊടുക്കുകയില്ല. ഫൈദ കുൻത കദാലിക്, നീ അങ്ങനെ ആയാൽ, ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ലം തുബാലി ഫി ബർരിൻ കുൻത ഔ ഫി ബഹർ, നീ കരയിലാണോ കടലിലാണോ എന്ന കാര്യം പോലും നീ ചിന്തിക്കുകയില്ല. അഥവാ ദുനിയാവിന്റെ അവസ്ഥകൾ എത്ര മാറിയാലും അതിലൊന്നും വലിയ വിഷമം ഉണ്ടാവുകയില്ല എന്നർത്ഥം. കാരണം ഇവന്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. അള്ളാഹുവിനും അവനുള്ള ഇബാദത്തിലും അവന്റെ ദിക്റിനുമാണ് മനസ്സിൽ സ്ഥാനം. മനസ്സിൽ സ്ഥാനമുള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവുക. അവിടെ ഈ വലിയ സ്ഥാനം അള്ളാഹുവിന് മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി പിന്നെ ദുനിയാവിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും വകവെക്കുകയില്ല. അപ്പോൾ ദുനിയാവിൽ ദാരിദ്ര്യം വന്നാൽ വകവെക്കുകയില്ല എന്നല്ല ഇബ്രാഹിമിന് അദ്ദേഹം പറയുന്നത്. കടലിലാണോ കരയിലാണോ ഇപ്പോൾ നിൽക്കുന്നത് എന്ന കാര്യം പോലും ചിന്തിക്കുകയില്ല. ഔ ഫി സഹലിൻ ഔ ഫി ജബൽ, മലയിലാണോ താഴ്വരയിലാണോ എന്ന് ചിന്തിക്കുകയില്ല. വകാന ശൗഖുക ഇലാ ലിഖാഇൽ ഹബീബ്, അങ്ങനെ നീ സ്നേഹിക്കുന്നവനായ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിൽ ഇരട്ടിയാകും. എത്രത്തോളം എന്ന് വെച്ചാൽ ശൗഖൽ ളംആനി ഇലൽ മാഇൽ ബാരിദ്, ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് തണുത്ത വെള്ളം കിട്ടാൻ എത്ര ആഗ്രഹം ഉണ്ടാകും, അതിനേക്കാൾ ആഗ്രഹം ഉണ്ടാകും. വശൗഖൽ ജാഇഇ ഇല തആമി ത്വയ്യിബ്, വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ എത്ര ആഗ്രഹം ഉണ്ടാകും, അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. വയകൂനു ദിക്റുല്ലാഹി ഇൻദക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ഓർമ്മയെന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ അതിന്റെ സ്ഥാനം എന്തായിരിക്കും? അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമായിരിക്കും. വഅഹ്ലാ മിനൽ മാഇൽ അദ്ബി സാഫി ഇൻദൽ അത്ശാൻ ഫിൽ യൗമി സായിഫ്, നല്ല വേനലുള്ള ചൂടുള്ള ദിവസം തണുത്ത വെള്ളം ദാഹിച്ച ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും രുചിയായിരിക്കും, അതിനേക്കാൾ ഇഷ്ടമുണ്ടാകും അള്ളാഹുവിനെ ഓർക്കാൻ, ദിക്ർ നാവ് കൊണ്ട് പറയാനും അള്ളാഹുവിനെ മനസ്സിൽ ഓർക്കാൻ. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹു തആല നമ്മെ ഈ വലിയ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനമായി ഹദീസിൽ പറയുന്ന കാര്യം അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള കിതാബുകൾ വായിക്കുക, വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുക. എന്തുകൊണ്ടാണ് അന്ത്യനാളിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്റാത്തു സാഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്, നമുക്ക് പഠിപ്പിച്ചു തന്നത്? രണ്ട് ഹിക്മത്തുകൾ അതിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ദുനിയാവിൽ പറ്റ മുഴുകിപ്പോകുന്നത് നമുക്ക് സൂക്ഷിക്കാൻ, അത് ആ അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കും. അല്ലെ, നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ് നമ്മുടെ ജീവിതം, അത് ആഖിറത്തെ നമ്മെക്കൊണ്ട് മറപ്പിക്കും. ദുനിയാവിൻ്റെ കാഴ്ചകൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആഖിറത്ത് മറക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആകർഷണീയമായ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ, ദുനിയാവിൻ്റെ വിഭവം കണ്ടാൽ പറയുമായിരുന്നു, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ, അല്ലാഹു ആഖിറത്തല്ലാതെ ഒരു ജീവിതവുമില്ല. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചന മാത്രമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ ദുനിയാവിൻ്റെ ഈ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അടയാളങ്ങളാണ്. നമ്മൾ വഴിയിൽ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ബോർഡ് വെച്ചിട്ടുണ്ടാകും, ഇത്ര കിലോമീറ്റർ ഇനി ദൂരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെന്തിനാണ്? നമുക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി, അതിന് കണക്കായി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ അശ്രദ്ധയിലായി പോകാതിരിക്കാനുള്ള അടയാളങ്ങളാണ് ഈ പറഞ്ഞ അശ്റാത്തു സാഅ. നമ്മുടെ കൺമുന്നിൽ കാണുന്ന അടയാളങ്ങളുണ്ട്, ചില അടയാളങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം വരും. നമ്മൾ ഈ ദുനിയാവ് ആസ്വദിക്കാനും അത് വെട്ടിപ്പിടിക്കാനും അതിൽ പ്രൊമോഷൻ നേടാനും വേണ്ടി ജനിച്ചതല്ല. നമ്മുടെ ജീവിത ലക്ഷ്യം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആഖിറത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. ആ ഒരു ബോധമുണ്ടാക്കാൻ ഈ അശ്റാത്തു സാഅ സഹായിക്കും. അതാണ് ഒന്നാമത്തെ ഹിക്മത്ത്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ അടയാളങ്ങൾ. എന്താണത്? എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അശ്റാത്തു സാഅയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, അന്ത്യനാളിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ഉടനെ സംഭവിച്ചു, ചിലത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ് മനസ്സിലാക്കാൻ, അവിടുന്ന് സത്യസന്ധനായ പ്രവാചകനാണ് എന്ന് യഖീനുണ്ടാകാൻ ഈ അശ്റാത്തു സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പഠിക്കുന്നത് കൊണ്ട് സാധിക്കും. വേറെയും ലക്ഷ്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അതുപോലെ തന്നെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അടയാളങ്ങൾ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്വഹാബത്തിന്റെ ഖൗല് കൊണ്ടും മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. ചില ആളുകൾ തോന്നിയതുപോലെ അന്ത്യനാളിന്റെ അടയാളം എന്ന് പറഞ്ഞ് പല സംഭവങ്ങളും പറയും. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഗൈബിന്റെ ബാബിൽപ്പെട്ടതാണ്, അദൃശ്യകാര്യങ്ങളിൽപ്പെട്ടതാണ് അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത്. അതിന് പ്രമാണം വേണം, ഖിയാസില്ല. ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണക്കൂട്ടി പറയാൻ സാധിക്കുകയില്ല. ചില ആളുകൾ പറയും, ഒരു യുദ്ധം നടന്നു, അപ്പോൾ ഈ യുദ്ധമാണ് ഇന്ന ഹദീസിൽ ഉദ്ദേശിച്ചത്, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇന്ന രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാൻ പാടില്ല.
കാരണം എന്താണ്? ഇത് ഗൈബിയാത്തിൽപ്പെട്ട കാര്യമാണ്, മറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്തെന്നാണ് അടയാളങ്ങൾ? ഗൈബിയായ കാര്യങ്ങളിൽ നമുക്ക് തൗഖീഫാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. ഇതാണ് ഗൈബിയായ കാര്യങ്ങളിലുള്ള നമ്മുടെ നിലപാട്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പാടില്ല. അപ്പോൾ വ്യക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ വിഷയം അശ്റാത്തു സാ എന്ന വിഷയം അതിൽ സംസാരിക്കാൻ പാടില്ല. ഇന്ന് പല ആളുകളും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. ദജ്ജാൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യ രൂപത്തിലുള്ള സൃഷ്ടിയല്ല, മറിച്ച് അതൊരു രാജ്യമാണ്. ദജ്ജാലും അവസാന കാലത്ത് മുസ്ലിമീങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം, അതിൻ്റെ ഉദ്ദേശം ഈ പറയപ്പെടുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു യുദ്ധമാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. അത് ശൈത്താൻ്റെ ഒരു തെൽബീസ് മാത്രമാണ്. അതുപോലെ തന്നെ അശ്റാത്തു സായുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അന്ത്യനാളിൻ്റെ തൊട്ട് മുന്നേ അടുപ്പിച്ച് നടക്കുന്നതായിരിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ വളരെ നേരത്തെ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, അതിൻ്റെ അടയാളമായി കൊണ്ടിതാ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ചന്ദ്രൻ പിളർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചില അടയാളങ്ങൾ നേരത്തെ സംഭവിക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദായ വ നിഹായയിൽ കാര്യം പറയുന്നത് കാണാം. ഇനി ഈ ഹദീസിൽ പറഞ്ഞ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം വഖ്ബിർനി അൻ അമാറാത്തിഹ, അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. ഈ വാക്യത്തെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകത്തെ 3 നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എന്താണ് അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു വിശദീകരണം, അവസാന കാലമാകുമ്പോൾ യുദ്ധങ്ങൾ വർദ്ധിക്കും, അങ്ങനെ അടിമകളുടെ എണ്ണം കൂടും. അടിമകൾ കൂടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അടിമ സ്ത്രീ ഉണ്ടാകും, അധികം ആളുകളുടെ അടുത്തും അടിമ സ്ത്രീകൾ ഉണ്ടാകും. അങ്ങനെ ഈ യജമാനൻ സ്വാഭാവികമായും ഉയർന്ന സ്ഥാനത്തുള്ള ആളാണ്. ഈ യജമാനൻ അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ട് കുട്ടികളുണ്ടാകും. അങ്ങനെ ഈ ഉണ്ടാകുന്ന കുട്ടി ആരുടെ കുട്ടിയാണ്? ആരുടെ മകനാണ്? ഈ യജമാനന്റെ മകനാണ്. അപ്പോൾ ഈ യജമാനന്റെ കയ്യിലുള്ള അടിമയാണ് ഇവന്റെ ഉമ്മ. അപ്പോൾ ബാഹ്യമായി നോക്കിയാൽ എന്തായി? ഉപ്പാന്റെ സ്വത്തിനൊക്കെ അവകാശിയാണ് മകൻ. അപ്പൊ ഈ ഉമ്മയും ഇവന്റെ അടിമയെപ്പോലെയാണ് ബാഹ്യമായി നോക്കുമ്പോൾ. ശറയ്യായി അത് ശരിയല്ല. ശറയ്യായി ഒരിക്കലും ഉമ്മയെ അടിമയാക്കാൻ സാധിക്കുകയില്ല, നഊദു ബില്ലാഹ്. അതിന് ഇസ്ലാമിന് അനുവാദമില്ല. പക്ഷെ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന് മാത്രം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമുള്ളത്, ഇതേ സാഹചര്യം തന്നെ അടിമകൾ വ്യാപിക്കും. അങ്ങനെ അടിമകളെ കൈമാറി വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് അവസാനം അറിയാതെ സ്വന്തം ഉമ്മയെ വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം, അവസാന നാളാകുമ്പോൾ ഖിയാമത്ത് അടുക്കുന്ന സമയത്ത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള നന്ദികേടും അക്രമവും അത് പെരുകും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. ഇതിലേതാണ് കൂടുതൽ ശക്തമായ വ്യാഖ്യാനം? ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഈ അഭിപ്രായങ്ങളിൽ ഒന്നിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. അത് ഈ ഹദീസിന്റെ റിവായത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ ഹദീസിന് 3 റിവായത്തുകളുണ്ട്. മുസ്ലിം റഹിമഹുല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ച ഹദീസ്. ഇതേ ഹദീസ് തന്നെ ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ ബുഖാരി ഉദ്ധരിച്ച റിവായത്ത് അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാം, അൻതലിദൽ അമതു റബ്ബതഹ എന്നതിന് പകരം അൻതലിദൽ മർഅതു റബ്ബതഹ, ഒരു സ്ത്രീ തന്റെ യജമാനത്തെ പ്രസവിക്കുമെന്നാണുള്ളത്, അടിമയെന്നില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? മാതാപിതാക്കളോടുള്ള ഉഖൂഖ്, അതാണ് വിഷയം. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻകാലവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ മക്കൾ മാതാപിതാക്കളുമായി പെരുമാറുന്നത് എങ്ങനെയാണെന്ന്, നല്ലവരായ കുടുംബങ്ങൾ പോലും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഉപദ്രവം ഇല്ലാതിരുന്നാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് പല മാതാപിതാക്കളും പറയുന്നത് കാണാം, ഞാനും എൻ്റെ പെരുമാറാറുണ്ടായിരുന്നത്. അടിമയും യജമാനും ഉള്ളതുപോലെയാണ് മാതാപിതാക്കളും മക്കളും ഉണ്ടാവുക, സുഹൃത്തുക്കളെ പോലെയല്ല. ശരിയാണ്, പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കുകയും ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ മുന്നിൽ ഒരു ഖാദിമായിരിക്കും, ഒരു വൃത്യനെ പോലെ ആയിരിക്കും മക്കൾ പെരുമാറുക. അതിന് മാറ്റം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഇതാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ധാരാളം ഫായിദകൾ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ ഹദീസിലെ ഉള്ളടക്കം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ധാരാളം കാര്യങ്ങൾ ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ നമ്മൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഈ ഹദീസിന് ഉമ്മുസുന്ന എന്ന പേരിട്ടത്. എന്താണ് ഉമ്മുസുന്ന എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ ഖുർആൻ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം ഫാത്തിഹയിലെ ആയത്തുകളുടെ വിശദീകരണമാണ് ബാക്കി ഖുർആൻ.
ഖുർആനിലെ ഏതൊരായത്ത് നമ്മൾ ഓതിയാലും അതിനെ നമുക്ക് ഫാത്തിഹയിലെ ഒരു ആയത്തുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും. ഏതൊരായത്ത് അത് നമുക്ക് പറയാം. ഫാത്തിഹയിലെ 7 ആയത്തുകൾ ഇന്ന ആയത്തിന്റെ വിശദീകരണമാണ് ഈ ആയത്ത് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ദീനിലെ ഏതൊരു മസലയും നമുക്ക് ഈ ഹദീസിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഹദീസ് വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, ഇത്രയുമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, കൂടുതൽ വിശദീകരിച്ചാൽ ഒരു മുജല്ലദ്, ഒരു വാള്യം മുഴുവൻ എഴുതേണ്ടി വരും എന്നീ ഹദീസിനെ കുറിച്ച്, ഈ ഒരൊറ്റ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു കിതാബ് അൽ ഈമാനുൽ ഔസത്ത് എന്ന് പറയുന്ന കിതാബ്, അത് ഈ ഹദീസ് ജിബ്രീലിന്റെ വിശദീകരണമാണ്. അതുപോലെ വേറെയും പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട 1-2 ഫായദകൾ പറയാം. ഒന്ന്, ദീൻ പഠിപ്പിക്കുന്നതിന് നമുക്ക് വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കാം. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജിബ്രീലിനെ അറിയാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ച അവസാനം, ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ജിബ്രീൽ നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, ജിബ്രീലിനെ അറിയാൻ വേണ്ടിയിട്ടല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു മജ്ലിസിൽ ഇരിക്കുകയാണ്, നമ്മൾ അനാവശ്യമായി പലതും സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, ഗീബത്തായിരിക്കും, നമീമത്തായിരിക്കും. അല്ലെ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമ ലാ യതബയ്യനു ഫീഹാ, ഒരു അടിമ ഒരു വാക്ക് പറയും, അത് തീരെ ശ്രദ്ധിക്കാതെയാണ് പറയുന്നത്, എന്താണ് പറഞ്ഞതെന്ന് അവന് ഓർമ്മയുണ്ടാവുകയില്ല. യഹ്വി ബിഹി മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഇടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും ആഴത്തിലേക്ക്, നരകത്തിലേക്ക് അവനത് താത്തിക്കളയും ഈ വാക്ക്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ഹറാമുകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ലഘുവ്, അനാവശ്യമായ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ മജ്ലിസ് ഒരു ഇൽമിയായ മജ്ലിസാക്കി മാറ്റുക. അതിന് സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണത്. കൂട്ടത്തിൽ ആർക്കാണോ ഇൽമു കൂടുതലുള്ളത് അവനോട് എന്തെങ്കിലും ചോദിക്കുക. നമുക്കറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് അവിടെ ചോദിച്ചാൽ അയാൾ അതിന് മറുപടി പറയുന്നത് ബാക്കി ആളുകൾ കേട്ട് അവർക്ക് ഉപകാരമുണ്ടാകും. അതാണ് ഈ ഹദീസിലെ ഒരു ഫായിദ. അത് മാത്രമല്ല, ഇൽമു പഠിപ്പിക്കാൻ ശറഇനെതിരാവാത്ത, ദീനിനെതിരാവാത്ത ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരു നീണ്ട ക്ലാസ് ഉപകരിച്ചോളണമെന്നില്ല, ചെറിയ കുട്ടികളായിരിക്കും, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. എന്ത് മാർഗമാണോ സ്വീകരിക്കേണ്ടത് ആ രൂപത്തിൽ അവരെ പഠിപ്പിക്കുക. ഇങ്ങനെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഇൽമു പഠിപ്പിക്കുക എന്നത് ഈ ഹദീസിന്റെ ഒരു ഫായദയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു, വിനയം ഈ ഹദീസിൽ കാണാം. ഒരാൾ വന്നിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരാൾ, ഒരു ആമുഖവും ഇല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നീ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും ചോദിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സബ്റോട് കൂടി ഇയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്വദഖ്ത, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ റസൂലിനോടാണ് ഈ പറയുന്നത്, നീ ആരാണ് എന്നെ വിലയിരുത്താൻ എന്ന് തിരിച്ചു ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും വളരെ വിനയത്തോടുകൂടി ഉത്തരം പറഞ്ഞു കൊടുത്തു. അതുപോലെ മലായിക്കത്ത് രൂപം മാറി വരും എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് സഹാബിയുടെ രൂപത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നത്? ദിഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ രൂപത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. ദിഹ്യത്തുൽ കൽബിയുടെ രൂപത്തിൽ വരും എന്ന് മാത്രമല്ല, ജിബ്രീലിന്റെ യഥാർത്ഥ മുഖം ഈ സഹാബിയുമായി സാമ്യമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജിബ്രീലിനെ കാണുകയുണ്ടായി, അപ്പോൾ അദ്ദേഹത്തോട് ഏറ്റവും സാമ്യമുള്ളത് ദിഹ്യത്തുൽ കൽബിയാണ് എന്ന് ഞാൻ കണ്ടു. അതുപോലെ ചില സഹാബത്തിനെ കുറിച്ച് ഹദീസുകൾ വന്നത് കാണാം, ഇന്ന നബിയുമായി സാമ്യമുണ്ട്. ഈസ അലൈഹി സ്വലാമായിട്ട് സാമ്യമുള്ള സഹാബി ആരായിരുന്നു? ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഈസ അലൈഹി സ്വലാമുമായി സാമ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നബിയോടാണ് സാമ്യമുണ്ടായിരുന്നത്? മുഖച്ഛായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതും സ്വഹീഹൈനിൽ വന്നിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഇത് മലക്കുകൾ രൂപം മാറും എന്നുള്ളത് ഈ ഹദീസിന്റെ ഒരു ഫായിദയാണ്. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ഫവായിദ്, ധാരാളം ഗുണപാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഷർഹ് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള ജാമിഉൽ ഉലൂം വൽ ഹിക്കം. അത് വായിച്ചാൽ നമുക്ക് ഈ ഹദീസിന്റെയും അതുപോലെ അർബഈൻ നബവിയിലെ ബാക്കി എല്ലാ ഹദീസിന്റെയും വിശദീകരണമായി സലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, താബിഈങ്ങളുടെയും അതിനുശേഷമുള്ള ഇമാമിങ്ങളുടെയും ഒക്കെ അസറുകൾ ധാരാളം കാണാൻ സാധിക്കുന്നവരത് വായിക്കുക. അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ദർസുകൾ കിതാബാക്കിയിട്ടുള്ള ഷർഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഈയായ ഇൽമും അതനുസരിച്ചുള്ള അവൻ സ്വീകരിക്കുന്ന സാലിഹായ അമലുകളും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.